വൈ ചൂസ് കൊമേഴ്സ് എന്ന ചോദ്യത്തിന് പല ആൾക്കാർക്കും പല ഉത്തരങ്ങളുണ്ടാകും. അപ്പോൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആദ്യം ഒരു വീഡിയോയും അതിനുശേഷം കൊമേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കോഴ്സുകൾ പ്രൊഫഷണലിയും അല്ലാതെയും പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് വൈ ചൂസ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ ബേസ് ചെയ്തിട്ട് കൊമേഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് പ്രോപ്പറായിട്ട് കിട്ടാൻ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടി മറക്കണ്ട. വൈ ചൂസ് കൊമേഴ്സ് എന്ന ചോദ്യത്തിന് എന്തൊക്കെയാണ് ഉത്തരങ്ങൾ? അതിനകത്ത് ഒന്നാമത്തെ കാര്യം, അതായത് പോയിന്റ് നമ്പർ 1, നമ്മൾക്ക് കൊമേഴ്സ് പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് +2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞൊക്കെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ, നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കൊമേഴ്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, കോസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഓരോ മേഖലയാണ്. നമുക്ക് കൊമേഴ്സ് പഠിച്ചിറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിലും ഏത് സമയത്തും ജോലിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൊമേഴ്സ് പഠിക്കുകയാണെങ്കിൽ മറ്റുള്ള കോഴ്സ്, സയൻസ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്ലാസ്സുകൾക്കോ അറ്റൻഡൻസോ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ പോയി പഠിക്കണമെന്നോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ചാർജ് ചെയ്യുന്ന ഒരു മിനിമം ഫീസ് കൊടുത്താൽ തന്നെ നല്ല ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം റിട്ടേൺ എന്നുള്ള പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ചെറിയൊരു കാര്യമുണ്ട്, ഇത് പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സ്ട്രഗ്ലിങ്ങും ബുദ്ധിമുട്ടുകളെല്ലാം ചലഞ്ചുകളൊക്കെ എന്ത് ചെയ്യണം? ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നുണ്ട്. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് സർക്കാരിന് കിട്ടുന്നുണ്ടെന്ന് അറിയാനും ബിസിനസ്സുകാർക്ക് കൃത്യമായ അഡ്വൈസ് കിട്ടണമെന്നുണ്ടെങ്കിലും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ മേഖലയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ലോകത്തെമ്പാടും എവിടെ പോയി കഴിഞ്ഞാലും ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊമേഴ്സിൽ അത്യാവശ്യം അറിവും വിവരവും പ്രാവീണ്യവും ഉള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കരിയർ മേഖലയാണെന്ത്? കൊമേഴ്സ്. ലോകത്തെമ്പാടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഫാമിലിയായിട്ടും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര സുഗമമായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് കൊമേഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോം പോസിബിലിറ്റീസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വൈകുന്നേരം 6 മണിക്ക് ശേഷം ചില പ്രത്യേക മാസങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും 1-2 മാസമൊക്കെ കുറച്ചധികം ടൈം നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നല്ലാതെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഹെക്റ്റിക്കായിട്ട് ടാസ്കുകളൊന്നും എടുത്ത് വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ്. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ കുറച്ചധികം സമയം പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും പഠിച്ചു കഴിഞ്ഞ് നമ്മളതിനകത്ത് മിനിമം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യുന്നതും നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊക്കെ പലപ്പോഴും അറിയാം, പല നല്ല ജോലിയുള്ള നല്ല റെപ്യൂട്ടേഷനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ സ്ട്രെസ് അടിച്ചിട്ട് പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് ന്യൂസിൽ കാണാം. പക്ഷേ കൊമേഴ്സ് മേഖലയിൽ പഠിച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രക്കും സ്ട്രെസ് അടിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ അല്ല. കാരണം അതിൻ്റെ വർക്കിംഗ് അവേഴ്സ് ഫ്ലെക്സിബിൾ ആണ്. നമ്മൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള
കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും പ്രോപ്പറായിട്ട് അവെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കൊമേഴ്സിൻ്റെ അടുത്ത ഒരു വളരെയധികമുള്ള പ്രത്യേകത. പിന്നെ 5ാമത്തെ കാര്യമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം കൊമേഴ്സ് മേഖലയിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതായതുകൊണ്ട് തന്നെ അതിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻഡസ്ട്രീസിനെ കുറിച്ചും, സർവീസ് മേഖലയായിക്കോട്ടെ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിൽ എന്ത് മേഖലയിലായിക്കഴിഞ്ഞാലും, സ്റ്റാർട്ടപ്പ് മേഖലയിലായാലും എല്ലാത്തിനെ കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം എല്ലാ ബിസിനസ്സിനെ കുറിച്ചും അറിയാൻ പറ്റും, നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും, പിന്നെ ബിസിനസ്സുകാർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ടൗണിൽ പോയി വരുമ്പം തന്നെ എത്രമാത്രം ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇത് കാണുമ്പോൾ ഈ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, എത്ര ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൽ എത്ര ബിസിനസ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ കൂടെ പഠിക്കേണ്ട കാര്യം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഏണിംഗ് പൊട്ടൻഷ്യലും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലേൺ ചെയ്യാനും അതനുസരിച്ച് ഏൺ ചെയ്യാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 6ാമത്തെ കാര്യം, നമുക്കിപ്പം എന്തെങ്കിലും തരത്തിലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. കാരണം ചെറിയൊരു എമൗണ്ടിലൊന്നും ഒരു ചെറിയ കടയൊന്നും തുടങ്ങിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതൊരു സർവീസ് മേഖല കൂടിയാണ്. അപ്പോൾ ഇനി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് വരുന്നതെങ്കിൽ, അയാൾ നല്ല ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ, അത്യാവശ്യം നാട്ടിലുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട ടാക്സേഷനും അതിൻ്റെ അക്കൗണ്ട്സ് പരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് ഫ്രീലാൻസറായിട്ട് അവർക്ക് സെൽഫായിട്ട് ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സർവീസ് മേഖല തുടങ്ങണമെങ്കിലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നടക്കും. ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിത് പഠിക്കാനെടുക്കുന്ന ഒരു ടൈം മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരിക. അല്ലാതെ നമ്മൾ ഒരുപാട് പണം മുടക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഓഫീസ് സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഇനീഷ്യലി ചെയ്യേണ്ടതില്ല. പിന്നെ ഗ്രാജുവലി ബിസിനസ് മൂവ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് ഓഫീസും സെറ്റപ്പും ഒക്കെ എന്ത് ചെയ്താൽ മതി, ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു കൊമേഴ്സ് കരിയർ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നും അല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ സയൻസ് മേഖലക്കാണ് എല്ലാവരും കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള എൻട്രൻസ് എക്സാം എഴുതുക, നീറ്റ് കീം പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ടാസ്ക്കായിട്ട് കാണുന്നത്. പക്ഷേ കൊമേഴ്സ് മേഖലയുടെ ഒരു റിയാലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണയെങ്കിലും കൊമേഴ്സിലേക്ക് ചാടിയാലോ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചാടിയാലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കോഴ്സുകൾ എടുക്കാം, എവിടെയൊക്കെ പഠിക്കാം, പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അറിയണം. പിന്നെ കൊമേഴ്സ് മേഖല വളരെ നല്ലതാണെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും എല്ലാ കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുപോലെ ഇതിനകത്തും കുറച്ച് നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പേജ് തുറന്ന് കാണുക. തൊട്ടടുത്ത വീഡിയോസിൽ ഞാൻ കൊമേഴ്സ് മേഖലയിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേഷൻ തരുന്നതായിരിക്കും. റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഹൈപ്പോത്തറ്റിക്കൽ അല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കോഴ്സിൻ്റെയും ശരിക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വസ്തുതാപരമായിട്ട് പറയുന്ന രീതിയിലാണ് സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോ നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആവും. തുടർന്ന് കാണുക, സഹകരിക്കുക.